والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب എന്ന കിതാബിലെ കിതാബ് السنة അടുത്ത ഹദീസ് وعن أبي أيوب الأنصاري رضي الله عنه عن عوف بن مالك قال خرج علينا رسول الله صلى الله عليه وسلم وهو مرعوب فقال ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ അടുക്കിലേക്ക് ഒരു ഭയപ്പെട്ട അവസ്ഥയിൽ, ഭയപ്പാടുള്ള ഒരു അവസ്ഥയിൽ സഹാബികളുടെ അടുക്കിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, അതീഊനി മാ കുൻതു ബൈന അദ്ഹുരിക്കും, നിങ്ങൾ എന്നെ അനുസരിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ളിടത്തോളം കാലം, അഥവാ ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കുക, എന്റെ കൽപ്പനകൾ അനുസരിക്കുക, വിരോധനങ്ങൾ ഒഴിവാക്കുക. വഅലൈക്കും ബികിതാബില്ലാഹ് അഹില്ലു ഹലാലഹു വഹർരിമു ഹറാമഹു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കിതാബുണ്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് വിധി കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കുക. അഹില്ലു ഹലാലഹു, അതിന്റെ ഹലാലുകൾ, അതിൽ ഹലാലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഹലാലായി കാണുക. വഹരിമു ഹറാമഹു, അതിൽ ഹറാമാക്കിയിട്ടുള്ളത് ഹറാമായും കാണുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ ഹദീസുകളിലെല്ലാം നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുക, ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അതുകൊണ്ടുള്ള ആശയം കിതാബ് വസ്സുന്ന. കാരണം ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനും വിരോധനങ്ങൾ ഒഴിവാക്കാനും കൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭയപ്പാടോടുകൂടി ഒന്ന് പറയാണ്. കാരണം സഹാബികൾക്കിടയിൽ ഒരു ഫിത്നയില്ലാതെ അവർക്ക് സംരക്ഷണമായി കൊണ്ടുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്തോളം എന്തെങ്കിലും വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഒരു വിധി തേടാനോ ആവശ്യം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമോ അലൈക്കും ബികിതാബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കണം. അതിലെ ഹലാലുകൾ ഹലാലായി കാണണം, അതിന്റെ ഹറാമുകൾ ഹറാമായി കാണണം. അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഹലാലുകളെയും ഹറാമുകളെയും വേർതിരിച്ച് ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് നിലക്കും ഫിത്നകളിൽ നിന്ന്, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാവട്ടെ, കർമ്മങ്ങളിൽ ബാധിക്കുന്നതാവട്ടെ, ശുഭത്തുകളാവട്ടെ, ഷഹ്വത്തുകളാവട്ടെ, ഏതൊരു പാപത്തിൽ നിന്നും നമുക്ക്, ഫിത്നയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ. അടുത്ത ഹദീസ് വഅൻ അബ്ബാസ് ഇബ്നു റബീഅ ഖാല رأيت عمر بن الخطاب رضي الله عنه يقبل الحجر يعني الأسود. അബ്ബാസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം പറയാണ്, റഅയ്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. യുഖബ്ബിലുൽ ഹജറ യഅനി അൽ അസ്വദ്, ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതായിട്ട്. വയഖൂൽ, എന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തൊരു കല്ല്. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. സഹാബികൾ അത്രത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു. കാരണം ആ കല്ല് എന്നുള്ളതിന് എന്തെങ്കിലും കഴിവോ ശക്തിയോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യമോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ചില ആളുകൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, ആ കല്ല് എന്തോ പ്രത്യേകതയാണ് എന്നുള്ള നിലക്ക്. ഈ ഹദീസാണ് അല്ലെങ്കിൽ ഈ അസറാണ് അവർക്കെല്ലാമുള്ള മറുപടി. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നതും ഇപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ആ ഒരു ഇഖ്തിദ, ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് മാത്രമാണ്. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്ന ആളുകളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളും അസറുകളുമാണ് അടുത്ത് കൊടുക്കുന്നത്.
وعن عروة بن عبد الله بن قشير قال حدثني معاوية بن قرة عن أبيه قال മുആവിയ ബിൻ ഖുറ അദ്ദേഹത്തിന്റെ ഉപ്പയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം. അദ്ദേഹം പറയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റഹ്തിൻ മിൻ മുസൈനത. ഞാൻ മുസൈനത്തിൽ നിന്ന് ഉള്ള ഒരു റഹ്ത് എന്ന് പറഞ്ഞാൽ 9 ആളുകൾ, 3 മുതൽ 9 വരെയുള്ള ആളുകൾ ഒരു കൂട്ടത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. ഫബായഅനാഹു വഇന്നഹു ലമുത്ലഖുൽ അസ്റാർ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായത്തിന്റെ മേൽഭാഗത്തുള്ള ഈ ബട്ടണുകൾ അത് തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഫഅദ്ഖൽതു യദി ഫി ജൈബി ഖമീസിഹി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ചിലപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്തായിരിക്കും, അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ കൈ ഈ മേൽഭാഗത്തെ ബട്ടൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഉള്ളിലൂടെ കൈ പ്രവേശിപ്പിച്ചു. ഫമസസ്തു അൽ ഖാതമ. എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാതമുൻ നുബുവ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തോളുകൾക്കിടയിലായിട്ട് നബിയാണ് എന്നറിയിക്കുന്ന ഒരു മാംസത്തിന്റെ ഒരു ഭാഗം, ഒരു മാംസം ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിലുണ്ട്. അപ്പൊ അത് തൊടാൻ വേണ്ടിയിട്ടാണ് ഈ സ്വഹാബി എന്ത് ചെയ്തിട്ടുള്ളത്, കൈ അതിനോട് ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് ഞാനത് തൊട്ടു. ഖാല ഉർവ, ഈ സംഭവം ഉദ്ധരിക്കുന്ന ഉർവ പറയുകയാണ്, ഫമാ റഅയ്തു മുആവിയത വലാ ഇബ്നഹു ഖദ്ദു ഫി ശിതാഇൻ വലാ സൈഫിൻ ഇല്ലാ മുത്ലഖി അൽ അസ്റാർ. ഞാൻ മുആവിയയോ മുആവിയുടെ മകനെയോ തണുപ്പ് കാലത്താവട്ടെ വേനൽക്കാലത്താവട്ടെ വസ്ത്രം ധരിക്കുമ്പോൾ അവർ മേൽഭാഗത്തെ ബട്ടണുകൾ തുറന്നിട്ടിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉദ്ധരിക്കാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുപ്പായത്തിന്റെ മേൽഭാഗത്തെ ബട്ടണുകൾ തുറന്നിട്ടത് കണ്ടപ്പോൾ തന്നെ അത് ആ സഹാബിമാർ എന്ത് ചെയ്യുകയാണ്, അവർ പിന്നെ എല്ലാ സമയത്തും അങ്ങനെ ചെയ്യുകയാണ്. ഇവിടെ ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, കുപ്പായം ധരിക്കുമ്പോൾ മേൽഭാഗത്തെ ബട്ടണുകൾ തുറന്നിടുക എന്നുള്ളത് സുന്നത്താണ് എന്ന് നിലക്ക് പറഞ്ഞത് കാണാം. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അതൊരു ഹാജത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. ഒന്ന് ചൂടോ മറ്റോ കാരണങ്ങളാൽ, അതല്ലെങ്കിൽ സഹാബികൾക്ക് ഈ ഖാതമുൻ നുബുവ തൊടാൻ വേണ്ടി കൈ പ്രവേശിപ്പിച്ച് ചില ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും. അപ്പൊ അത് തൊടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി ചെയ്തതാണ്. കാരണം ബാക്കിയുള്ള ധാരാളം ശ്രേഷ്ഠരായ സഹാബികളുണ്ട്, ധാരാളം ഹദീസുകളുണ്ട്, അതിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രത്യേകം ചെയ്തതായിട്ട് വന്നിട്ടില്ല. ബാക്കിയുള്ള സഹാബികൾ അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്, അതല്ലാതെ പൊതുവായിട്ട് ഭൂരിഭാഗം സഹാബികളിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ആവശ്യത്തിന് മേലെ ചെയ്തതാണ് എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ ബട്ടൺ തുറന്നിടണ വേണ്ട എന്നുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ എത്രത്തോളം ഈ സഹാബികൾ പിൻപറ്റി എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്ന വിഷയം. അടുത്തൊരു ഹദീസ്, വഅൻ മുജാഹിദ് رحمه الله قال كنا مع ابن عمر رحمه الله في سفر فمر بمكان فحاد عنه. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു കുറച്ച് ചെരിഞ്ഞ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഫസുഇല, അപ്പോ അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു, എന്തെങ്ങനെ ചെരിഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് വഴിമാറി നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ലിമ ഫഅൽത ദാലിക്, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? قال رأيت رسول الله صلى الله عليه وسلم فعل هذا ففعلت. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രദേശത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയപ്പെടുന്നതിന് എന്ത് പേരിലാണ്? മുത്തബിഉസ് സുന്ന എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളെയും ഇത്തിബാ ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ പല സഹാബികളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും 4 തരത്തിലുണ്ടാകും. ഒന്ന് ശർഈയായിട്ടുള്ള സുന്നത്തായിക്കൊണ്ട് നമ്മൾ പകർത്തേണ്ട, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും, അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ടാകും. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തബഈയായ ഇഷ്ടങ്ങളുണ്ടാകും, നബിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. 3-മത്തേത് ആദിയായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന സമൂഹത്തിലും കാലത്തിലും ഉണ്ടായിരുന്ന വേഷം, അതുപോലെയുള്ള കാര്യങ്ങൾ. 4-മത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ 1-മത്തേതിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളിൽ സഹാബികളിൽ ഇത്തിബാ ചെയ്തിരുന്ന ആളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ളവർ ഇങ്ങനത്തെ വിഷയങ്ങളിൽ
അത്രത്തോളം അത് സുന്നത്തായിക്കൊണ്ട് അല്ലെങ്കിൽ ശർഇന്റെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന സുന്നത്തായിക്കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. അവിടെ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിൽ, മാതൃക പിൻപറ്റുന്നതിൽ അത്രത്തോളം കണിശത കാണിച്ച സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സുന്നത്തുകളുണ്ട്. നമ്മൾ എത്രത്തോളമാണ് പിൻപറ്റുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, وعن ابن عمر رضي الله عنهما أنه كان يأتي شجرة بين مكة والمدينة فيقيل تحتها. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അതിന്റെ ഇടയിലായിക്കൊണ്ട് യാത്രയുടെ സമയത്തെല്ലാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വൃക്ഷത്തിന്റെ കീഴിലായിക്കൊണ്ട് ഖൈലൂല ഉറങ്ങാറുണ്ട്. ويخبر أن رسول الله صلى الله عليه وسلم كان يفعل ذلك. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോ സ്വഹാബികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അത്രത്തോളം പ്രത്യേകമായി കാണുകയും ഇത്തിബാ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നറിയിക്കുന്ന റിവായത്തുകളാണ് പറയാൻ ധാരാളം വന്നിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് ഈ ബാബിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. സുന്നത്താണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.